ഹായ് ഗൈസ്, തലൈവർ നായകനായ ലോകേഷ് പടം കൂലി ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങളും ട്രോളുകളും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുവാണ്. അതിന് തക്കതായ രീതിയിൽ തന്നെ അത് പണിത് വെച്ചിട്ടില്ല. ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ ഒരു ക്യാരക്ടറിനോടും ഒരു തരത്തിലുള്ള താല്പര്യം നമുക്ക് തോന്നൂല. അതാണ് പ്രത്യേകിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ദേവ എന്നുള്ളൊരു ക്യാരക്ടറിനോട് നമുക്ക് എന്തിനു താല്പര്യം തോന്നണം. ദേവയുടെ ഭാര്യയായിട്ട് വരുന്ന ശോഭനയാണ്. ശ്രുതി ഹസന്റെ ക്യാരക്ടർ മകളാണെന്ന് മനസ്സിലാവുമ്പോ നമുക്ക് യാതൊരു തരത്തിലൊന്നും തോന്നില്ല. തലവരുടെ അഭിനയം കൊണ്ടൊന്നും തോന്നിയാലേ ഉള്ളൂ, അല്ലാതെ ഒരു സിറ്റുവേഷനിൽ യാതൊന്നും തോന്നില്ല. ഈ സിനിമയിലെ ഓരോ സീനും സിറ്റുവേഷനിലും വേണം വെച്ച് ഉണ്ടാക്കിയതുപോലെ. എന്ന് വെച്ചാല് ഈ ഒരു സിറ്റുവേഷൻ തള്ളിയാലേ ഇപ്പുറത്തോട്ട് എത്തുള്ളൂ. അതിനു വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഇടുക, ടോട്ടലി ലോജിക്കൽ അല്ലാത്ത അൺറിയലിസ്റ്റിക് ആയ കാര്യങ്ങൾ ഇടുക. ഇപ്പൊ ആദ്യത്തെ തലൈവർ എൻട്രി, ദേവ എൻട്രി, ഇൻട്രോ സീനൊക്കെ കുഴപ്പമില്ലായിരുന്നു. കുറച്ചുകൂടെ ഹെവി ആക്കാം. കാരണം ആ ക്യാരക്ടർ അങ്ങനെയല്ലേ. 10-30 തൊഴിലാളികളെ ഒരു ഷിപ്പിൽ കൊണ്ടുപോകുമ്പോ മുതലാളി ഒരു തട്ടി രക്ഷിച്ച ഒരു കഥാപാത്രമാണ്. അയാൾക്ക് ഈ ഒരു ഇൻട്രോ പോരാ, കുറച്ചും കൂടെ ഹെവി ആക്കായിരുന്നു. അത് കഴിഞ്ഞ് ഡാൻസും അഭിനയം സംഭവങ്ങളെല്ലാം തലൈവർ ചെയ്യേണ്ട പാർട്ടെല്ലാം തലൈവർ വേറെ ലെവലാക്കിയിട്ടുണ്ട്. അതിലെനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ റിവ്യൂ പറഞ്ഞ പോലെ തന്നെ ഹൈലി എനർജറ്റിക്, ഒരു ചെറുപ്പമുള്ള ഒരു ആക്ടിങ് ആയിരുന്നു. എന്നുവെച്ചാൽ പണ്ടത്തെ തലൈവരുടെ സ്വാഗ് സ്റ്റൈലൊക്കെ സിനിമയിൽ ഉണ്ടായിരുന്നു. തലൈവർ 110% കൊടുത്തിട്ടുണ്ട്, ഒന്നും തെറ്റു പറയാനില്ല. പക്ഷെ പൂവർ സ്ക്രിപ്റ്റ് ആണ്. ദേവ എന്നുള്ള ക്യാരക്ടറിനോടോ അവരെ കുടുംബത്തോടോ കൂലി എന്നുള്ളൊരു വിഭാഗത്തോട് ദേവക്ക് ഉണ്ടാവുന്ന അനിയന്ത്രിതമായ ഒരു സ്നേഹം, ഇതൊക്കെ വാക്കിൽ ഡയലോഗിലുണ്ട്, സിറ്റുവേഷനിലൊന്നുമില്ല. ഇമ്പോർട്ടന്റ് ആയ റോള് സത്യരാജ് ചെയ്ത ക്യാരക്ടർ. തലൈവർ ചെയ്യുന്ന ദേവ എന്നുള്ള ക്യാരക്ടറിന് സത്യരാജ് ചെയ്യുന്ന ക്യാരക്ടറിനോട് എന്തുകൊണ്ട് അടുപ്പം? എങ്ങനെയാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ്? എന്തുകൊണ്ടാണ് സത്യരാജ് മരിക്കുമ്പോ സൗബിനോട് പറയുന്നത്, അതായത് എന്നെ കൊന്നാല് പകരം ചോദിക്കാൻ ഒരാള് വരും, 8ന്റെ അല്ല 18ന്റെ പണി കിട്ടുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനൊന്നും ഒരു റീസൺ ഇല്ല, അതിനുള്ളൊരു പ്ലോട്ടൊന്നും ഇല്ല. ഒരു പഴയ വാൻ സീൻ കാണിക്കുന്നുണ്ട്. അതായത് സത്യരാജിന്റെ ക്യാരക്ടറും ദേവയും കൂടെ ഒരു കാറിലിരുന്ന് സംസാരിക്കുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അതായത് ഇതെല്ലാം വിട്ട് നീ ജീവിതത്തിലോട്ട് വരണം, കൂലി സംഭവം അതെല്ലാം വിടണം എന്ന് പറയുന്ന സീൻ മാത്രമേ കാണിക്കുന്നില്ല. അതാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ്. അതിൽ കഴിഞ്ഞു. സത്യരാജ് ചെയ്ത ക്യാരക്ടറിന്റെ പേര് ഓർമ്മയില്ല, അതാ പറയാത്തെ. അപ്പൊ ഇവര് ആ സീനിൽ കൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പായി. പിന്നെ നമ്മളെ സൗബിൻ പൊളിച്ചിട്ടുണ്ട്. ആ ഇൻട്രോയിൽ കാണിച്ച ഇതിലൊക്കെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആണെന്ന് നമുക്ക് ആദ്യമേ ഒരു സംശയം തോന്നുന്ന രീതി തന്നെ ചിരിയിലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. സൗബിൻ അടിപൊളിയായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഉപേന്ദ്രന്റെ എൻട്രി ഉണ്ട്. എൻട്രി സീൻ കൊടുത്ത സ്ഥലം അടിപൊളി, ഒരു വലിയ ഫൈറ്റിന്റെ ഇടയിലാണ് കൊടുത്തത്. ആ വന്ന് വരുമ്പോ ഉള്ള ഒരു ഫീലൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് എലിവേറ്റ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഉപേന്ദ്രയുടെ ക്യാരക്ടറിനെ ഈ 10-30 വർഷമായിട്ട് ആ ദേവ മാൻഷന്റെ റൂമിന്റെ ഉള്ളിൽ എന്തിനു പൂട്ടിയിട്ടത്? അയാൾ പൂട്ട് തുറന്നു വരുവാണോ? എന്നിട്ട് തലൈവർ പറയുമ്പോ ഉപേന്ദ്രയുടെ ക്യാരക്ടർ അടിക്കുക, അങ്ങനെ. അല്ലാതെ ദേവ എന്നുള്ള ക്യാരക്ടറിനോട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല. ദേവ പറയുന്ന കേൾക്കുന്ന ഒരാള്. അപ്പൊ അടിക്കടാ പറഞ്ഞാൽ അടിക്കും, പുറകിൽ നിൽക്കടാ പറഞ്ഞാൽ പുറകിൽ നിൽക്കും, ഓടടാ പറഞ്ഞാൽ ഓടും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ ഗുണ്ടകൾ കുറെ ഉണ്ട് വെച്ചോ. ആ ഗുണ്ട ലിസ്റ്റിൽ നമ്പർ 1 ഫസ്റ്റ് റാങ്കുള്ള ഗുണ്ട. അതാണ് ദേവക്ക് ഇയാളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. 1-2 ഡയലോഗ് കിട്ടുന്ന പുള്ളിക്കാരന് സംശയമാണ്. ഒട്ടും ഡയലോഗ് ഇല്ല. അവിടെ ഇവിടെ നിൽക്കുന്ന സീനൊക്കെ ഉണ്ട്. ലാസ്റ്റ് അമീർ ഖാനും തലൈവറും ഉപേന്ദ്രനും കൂടെ ബീഡി കത്തിക്കുന്ന സീൻ കിട്ടീനി. അത് മാസ സംഭവമാണെന്ന് വെച്ചാൽ എടുത്താന്ന് തോന്നുന്നു. വളരെ പോക്കായിരുന്നു. ഒന്നാമതെ ക്ലൈമാക്സിൽ ആ സീൻ എത്തുമ്പോഴേക്കും നമുക്ക് മടുപ്പായിരുന്നു. എന്ന് വെച്ചാല് ഇങ്ങനെ കാണുമെന്ന് വെച്ചാൽ ഒരു കണക്ഷൻ ഇല്ല, ക്യാരക്ടറായിട്ട് ഒരു കണക്ഷൻ ഇല്ല. ഇങ്ങനെ കാണുക, കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ വെച്ചാൽ ഇറിറ്റേറ്റിംഗ് ഒന്നല്ല, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. എവിടെയും നമ്മളെ തലയിലോ മനസ്സിലോ സിനിമ പതിയുന്നില്ല. പിന്നെ അമീർ ഖാന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ പാവം തോന്നി എനിക്ക്. നല്ല വലിയ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര മ്യൂസിക്കും ഭയങ്കര ഷോട്ടെല്ലാം വെച്ച് സംഭവമായ ഒരാൾ വരുന്നുണ്ടെന്നൊക്കെ തോന്നിച്ചു. ഫസ്റ്റ് സീൻ തൊട്ടിട്ട് പുള്ളിക്കാരൻ ഒരു ഇളിച്ച ഭാവമുള്ളത്. ഞാൻ റിവ്യൂ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരന്റെ കൂടെ ഒരാളെ വിളിക്കും, അതിന്റെ പുറകിലോട്ട് നോക്കി ഒരു ചിരിയിരിക്കും. അതാണ് ഫസ്റ്റ് സീൻ കാണിക്കുന്നത്. എൻട്രി ഒരു ബുമ്മായില്ല. അത് ആരാണ് ദാഹ പറയുന്ന ക്യാരക്ടർ? ഇത്രയും ഒരു വലിയൊരു ക്യാരക്ടർ ഇങ്ങനെയാണോ വരിക? അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ ഒരു നടത്തൊക്കെ ഉണ്ട്. 3 പട്ടികളെ വെച്ചിട്ട് മുന്നിലിങ്ങനെ പിടിച്ചിട്ട് നടത്തൊക്കെ ഉണ്ട്. അതൊന്നും ഒരു പവർ ഇല്ല വരുന്നത്. പട്ടികൾ വലിച്ചിട്ട് പുള്ളിക്കാരൻ പുറകെ പോകുന്ന പോലെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒന്ന് ചായ കുടിക്കുന്നതിനിടയിൽ ഒന്ന് അഭിനയിച്ചു പോയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഇടയിൽ തലൈവറിന്റെയും സത്യരാജിന്റെ ഒരു ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്. അത് നല്ല പോർഷൻ ആയിരുന്നു. ഏജ് ഡീജനറേഷൻ വർക്കൊക്കെ ആ പോർഷൻ അടിപൊളിയായിരുന്നു. അതില് തലൈവറുടെ ഫുൾ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ജനറേറ്റഡ് വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞ പോലെ സൈമണിന്റെ അച്ഛനെ കൊന്നാളാണ് ദേവാന്ന് സൈമണി തിരിഞ്ഞിട്ടേ ഇല്ല. ലാസ്റ്റ് ചാവുന്നതിന് തൊട്ട് മുന്നേ ദേവ തന്നെ പറഞ്ഞാണ്, വെറുതെ നാണക്കേടാവണ്ട വെച്ചിട്ട്. പക്ഷെ ഇയാൾ കണ്ടുപിടിക്കുന്നുമില്ല. ഇനി ചാവുന്നതിന് മുന്നേ അറിഞ്ഞോട്ടെ വെച്ചിട്ട് ദേവനെ അങ്ങോട്ട് പറഞ്ഞാ, മോനെ ഞാനാ നിന്റെ അച്ഛനെ കൊന്നത്. അല്ലാതെ സൈമൺ അതുവരെ തിരിഞ്ഞിട്ടാ. പിന്നെ സൈമണിന്റെ മോന്റെ കാര്യം ഒരു ഇതും ഇല്ലാത്തൊരു ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത്. മോനായി അഭിനയിച്ച ആള് അഭിനയവും
ആറ്റിറ്റ്യൂഡ് എല്ലാം പോക്കായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ ഒരു ക്യാരക്ടർ വേണ്ടേ, എന്നുവെച്ചാൽ പാവാന്നുള്ളത് മാത്രം ഒരു ക്യാരക്ടർ ആവുക, അങ്ങനെ ഒരാളായിട്ട് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ സൈമണും ദാഹിയും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയൂ, എന്താ വ്യത്യാസം? അതിലാണ് ദാഹിയും സൈമണും 2 ഗ്രേഡാണ് നമുക്ക് മനസ്സിലാവുന്നത്. ദാഹ ഫസ്റ്റ് ഗ്രേഡാ, കാരണം ദാഹക്ക് മനസ്സിലായി അത് ദേവയാണെന്ന്. സൈമണ് മനസ്സിലായിട്ടാ സൈമൺ ബാക്കിയെല്ലാം പുലിയാണേ, കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ലിസ്റ്റ് നമ്പർ 2. അപ്പൊ അതുകൊണ്ടായിരിക്കും സൈമണെ കൊന്നത്. അതുപോലെ തിരിയുന്നില്ല. അപ്പോ ചത്തോ പറഞ്ഞായിരിക്കും. എന്നുവെച്ചാൽ ഇതിലെങ്ങനെ വെച്ചാൽ തിരക്കഥ എങ്ങനെയാന്ന് വെച്ചാല് തലൈവറിനെ പൊക്കണം, അമീർ ഖാനെ കൊല്ലാൻ പാടില്ല, അത്രയൊരു പാൻ ഇന്ത്യനായിട്ട് ഇത് ഓടണമെന്നത് ആവശ്യമാണല്ലോ. അപ്പൊ ഉപേന്ദ്രനെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് ബാക്കിൽ നിർത്തണം. സൈമൺ അങ്ങനെയല്ല, കുറച്ചുകൂടി പവർഫുൾ ക്യാരക്ടർ ആണല്ലോ, അത് ചത്തോട്ടെ. ആ ഒരു സിറ്റുവേഷൻ എത്തുന്ന രീതിയിൽ തിരക്കഥ എഴുതുക. അല്ലാതെ ഒരു സന്ദർഭം കഴിഞ്ഞ് നെക്സ്റ്റ് എന്താവണമെന്ന് തീരുമാനിച്ചിട്ടല്ല എഴുതിയെന്ന് വളരെ ക്ലിയർ ആയി തോന്നുന്നത്. ദേവ എന്നുള്ളൊരു ക്യാരക്ടർ സൈമണിന്റെ താവളത്തിലോട്ട് കയറുന്ന എല്ലാവരും ചെയ്യുന്ന പോലെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് കയറുകയെന്ന്, അതും ഏതൊരു കുഞ്ഞു കുട്ടിക്ക് പോലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സൗബിന്റെ ക്യാരക്ടർ ദയാലിയാണ് പ്ലെയിൻ ആയിട്ട് വിശ്വസിച്ച് ഉള്ളിൽ കയറ്റിട്ട്. നിങ്ങൾ നോക്കണേ കഥേന്റെ കിടപ്പ് എങ്ങനെയാണ്. ടോട്ടലി പാളിയ തിരക്കഥ, ഒന്നുമില്ല. എന്ന് വെച്ചാല് തലൈവറിന് വെച്ചൊരു പടം എടുക്കണം, അത് ലോകേഷ് ചെയ്യണമെന്ന് തീരുമാനിച്ചുകൊണ്ട് എഴുതിയ ഒരു തിരക്കഥ. ഒരു കഥയില്ല, ഒരു സന്ദർഭമില്ല, ആരോടും യാതൊരു താല്പര്യം നമുക്ക് തോന്നൂല, അങ്ങനത്തെ ഒരു സിനിമ. പിന്നെ പാളിയ ഡയറക്ഷൻ. പല ന്യൂസ് പേപ്പറിലെ കുറച്ച് കട്ടിങ്സ്, പേപ്പർ കട്ടിങ്സ് എത്തി ഒരു പേപ്പറിൽ ഒട്ടിച്ച് അങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഈ സിനിമ. തമ്മിലൊരു കണക്ഷൻ വേണ്ട, അവരാവശ്യത്തിനനുസരിച്ച് കണക്ഷൻ ഉണ്ടാക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യും. എന്ന് വെച്ചാൽ കണ്ടിട്ട് ഇറിറ്റേറ്റിംഗ് ആണെന്ന് ഞാൻ പറയില്ല. എന്ന് വെച്ചാൽ ഒരു ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന കുറെ സീൻസ് ഉണ്ട്. ഒരു വലിയൊരു ശതമാനം സീനുകൾ തലൈവർക്ക് വേണ്ടി മാത്രമുണ്ട്. പുള്ളിക്കാരന്റെ സ്റ്റൈലും ആ ഒരു സ്വാഗൊക്കെ കാണുന്ന ഒരുപാട് സീൻസ് ഫാൻസിന് ഏറെക്കുറെ ഇഷ്ടപ്പെടും. പക്ഷെ ഒരു സാധാരണ സിനിമ കാണാൻ വേണ്ടി പോകുന്ന ഒരു ആൾക്ക് ഇത് ടോട്ടലി ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കൂല. വാച്ചബിൾ ആണ്, ഇറിറ്റേറ്റിംഗ് അല്ല. എന്തായാലും ലോകേഷ് നെക്സ്റ്റ് പടം എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും. ലോകേഷ് പടം ഇറങ്ങുമ്പോൾ അതിൽ നായകന് ഇമ്പോർട്ടൻസ് ഉണ്ട്, നായകന്റെ വാല്യൂ ഉണ്ട്. പക്ഷെ ലോകേഷ് നല്ല ഒരു പേരിന് അതിന് വലിയൊരു വാല്യൂ കൊടുക്കുന്നുണ്ട് ഒരു വലിയ ശതമാനം ആൾക്കാർ. സോ നെക്സ്റ്റ് പടം മോശാവില്ലാന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ പടത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? എങ്ങനെയുണ്ട് പടം? തലൈവർ എങ്ങനെയുണ്ട്? നാഗാർജുന, ഉപേന്ദ്ര, അമീർ ഖാൻ, നമ്മളെ മലയാളത്തിന്റെ സ്വന്തം സൗബിൻ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരൊക്കെ? താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ. പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലും താഴെ മറക്കാതെ കമന്റ് ചെയ്യാ, മറക്കല്ലേ. അപ്പൊ അത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ, മറന്നൂടെ. അപ്പൊ അത്രയല്ലേ, ഹാപ്പി ആയിട്ടിരിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.